കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കോവിഡ് കാലഘട്ടം കഴിഞ്ഞാൽ ബിസിനസ്സുകൾക്കും ഇൻഡസ്ട്രിക്കും വളരെ മാറ്റം സംഭവിക്കുന്നതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും പെടുന്നതാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഇപ്പം ഒന്നും തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ കണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ് ജൂണിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനിരുന്ന സിട്രോൺ എന്ന ബ്രാൻഡിന്റെ ലോഞ്ച് തന്നെ 2021 പോസ്റ്റ്പോൺ ചെയ്തു. അതുപോലെ തന്നെ മെർസിഡീസ് ഓൾറെഡി അനൗൺസ് ചെയ്തവരുടെ ഈ ഫസ്റ്റ് ഇലക്ട്രിക് കാറായ EQC പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളത്. എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. ഇങ്ങനെ മാറ്റങ്ങളെല്ലാം സംഭവിക്കും. എങ്കിലും ഇന്ത്യയിലേക്ക് എന്തായാലും വരും എന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് മോഡലുകളുണ്ട്. അതിൽ ടോപ്പ് 12 മോഡൽസ് ആണ് ഞാൻ ഇപ്പം ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ടോപ്പ് 12 മോഡൽ എന്ന് പറയുന്നത് ഓരോ ബ്രാൻഡിന്റെയും അവരുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡൽ എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അത് നമുക്ക് ഒരു ആൽഫബറ്റിക് ഓർഡറിൽ പറയാം. ഔഡിയാണ് ഫസ്റ്റ് വരുന്ന ബ്രാൻഡ്. ഔഡിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വർഷമായിട്ട് കുറച്ച് ക്വയറ്റ് ആയിരുന്ന സ്ലോ പേസിൽ നടന്നിരുന്ന ഒരു ബ്രാൻഡാണ്. എന്നാൽ ഈ വർഷം മുതലാണ് അവർ ഗിയർ അപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് A8, Q8 ഇങ്ങനെ പല മോഡലുകളും ലോഞ്ച് ചെയ്തത്. ഇതിന്റെ പുറമെ പല മോഡലുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. പുതിയ ഫേസ് ലിഫ്റ്റഡ് Q7, അതുപോലെ തന്നെ പുതിയ A7. എങ്കിലും ഞാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത് ഈ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള Q3 ആണ്. ഔഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയി നിന്നിരുന്ന ഒരു മോഡലായിരുന്നു Q3. ഒരു കാലഘട്ടത്തിൽ ഓഡിക്ക് ഫസ്റ്റ് പ്ലേസ് സെയിൽസിൽ ലഭിച്ചിരുന്നത് Q3 A3 പോലുള്ള വെഹിക്കിൾസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ പുതിയ Q3 എക്സ്പെക്ട് ചെയ്യുന്നത് കുറേയായി. ആ ഒരു മോഡൽ വന്നു കഴിഞ്ഞാൽ ഓഡിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ സ്ലോ ഡൗൺ കുറച്ചുകൂടെ പേസ് അപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഏതൊരു ബ്രാൻഡിന്റെ നിലനിൽപ്പ് അതിന്റെ സെയിലും ലാഭവുമാണ്. Q3 ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഓഡിയുടെ ടോപ്പ് 12 ലിസ്റ്റിൽ വരുന്നത്. അടുത്ത് വരുന്നത് BMW ആണ്. BMW സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഓട്ടോ എക്സ്പോയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും ഒരുപാട് ഇമ്പോർട്ടന്റ് മോഡലുകൾ കൊണ്ടുവരാനുള്ള ഒരു വർഷമായിട്ടായിരുന്നു BMW പറഞ്ഞിരുന്നത്. അതിൽ 8 സീരീസ്, 8 സീരീസ് ഗ്രാൻഡ് കൂപ്പെ, X6 ഇങ്ങനെ പല മോഡലുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ ടോപ്പ് 12 ഞാൻ കൊണ്ടുവരുന്ന ലിസ്റ്റിൽ പെടുന്നത് 2 സീരീസ് ഗ്രാൻഡ് കൂപ്പയാണ്. 2 സീരീസ് ഗ്രാൻഡ് കൂപ്പ എന്ന് പറയുന്നത് BMW ഏറ്റവും ചെറിയ സ്റ്റേബിൾ ആയിട്ടുള്ള 1 സീരീസും X1 തൊട്ട് മേലെ നിൽക്കുന്ന ഒരു മോഡലാണ്. അതിൽ വന്നിരിക്കുന്ന ഒരു സിഡാൻ ഫോമാണ് 2 സീരീസ് ഗ്രാൻഡ് കൂപ്പ. മെയിൻ റൈവലായിട്ടുള്ള മെർസിഡീസ് ബെൻസ് A ക്ലാസിന്റെ ലിമോസിൻ മോഡൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്നുള്ള ഉറപ്പ് പറഞ്ഞപ്പോഴാണ് 2 സീരീസും BMW ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഒരു മോഡൽ വരികയാണ് BMW സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫസ്റ്റ് സെക്കൻഡ് പ്ലേസിലുള്ള ഒരു ഗ്യാപ്പ് ബിൽഡപ്പ് ചെയ്യാനും ഈവൻ ഇൻ കേസ് ഫസ്റ്റ് സ്ഥാനം എടുത്താനും ചാൻസ് ഉള്ള ഒരു മോഡലാണ്. അതുകൊണ്ടാണ് ഈ ഒരു 12 ഞാൻ BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പ ഇൻക്ലൂഡ് ചെയ്തത്. അടുത്ത ആൽഫബറ്റിക് ഓർഡറിൽ എടുക്കുന്നത് ഞാൻ ഹോണ്ടയാണ്. ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് മോഡലും ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിരുന്ന മോഡലായിരുന്നു ഹോണ്ട സിറ്റി. പുതിയ സിറ്റി ഇപ്പം ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. ഈ കോവിഡ് കാരണമാണ് അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത്. എങ്കിലും സിറ്റി എന്തായാലും മാർക്കറ്റിലെത്തും. അതുകൊണ്ട് തന്നെ സിറ്റിനെ ഞാൻ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം ഹോണ്ടന്റെ ഒരു വലിയൊരു ബ്രാൻഡ് ഫേസ് എന്ന മോഡലും കൂടിയാണ് സിറ്റി. ഏതൊരു ജനറേഷൻ സിറ്റി എടുത്തു കഴിഞ്ഞാലും ആ ഒരു സെഗ്മെന്റിൽ അതിന് നല്ലൊരു സ്ഥാനം എന്നും ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഹോണ്ട ഫേസ് ചെയ്യുന്ന മെയിൻ റൈവലായി നിൽക്കുന്ന ഈ ഒരു സെഗ്മെന്റിൽ മാരുതി സിയാസും അതുപോലെ തന്നെ ഹ്യുണ്ടായി വെർണക്കെല്ലാം തന്നെ നല്ലൊരു ആൻസർ കൊടുക്കാവുന്ന ഒരു മോഡലായിട്ടാണ് പുതിയ സിറ്റി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടോപ്പ് 12 ആ ഒരു മോഡലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്ന ബ്രാൻഡ് ഹ്യുണ്ടായി ആണ്. ഹ്യുണ്ടായിക്കും ഒരുപാട് മോഡലുകൾ ഈ വർഷം ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് മോഡൽ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും റിവ്യൂവിന് വേണ്ടി കാത്തിക്കുന്ന പുതിയ ക്രെറ്റ ഉണ്ട്, വെർണ ഉണ്ട്, ഫേസ് ലിഫ്റ്റഡ് ടുസോൺ ഉണ്ട്. എങ്കിലും ഈ 12 ലിസ്റ്റിൽ എനിക്ക് പെടുത്താൻ തോന്നിയിട്ടുള്ള ഹ്യുണ്ടായുടെ പുതിയ i20 ആണ്. പുതിയ i20 ഹ്യുണ്ടായിനെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം ഹാച്ച് സെഗ്മെന്റിൽ ഹ്യുണ്ടായിക്കുള്ള ഒരു ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലായിരിക്കും. കാരണം ഈ ഒരു സെഗ്മെന്റിൽ ഹ്യുണ്ടായിക്ക് നല്ലൊരു പ്രോമിനൻസ് കഴിഞ്ഞ i20 കൂടി ലഭിച്ചിട്ടുണ്ട്.
മറ്റുള്ള മോഡലുകൾ അവൈലബിൾ ആണെങ്കിലും ഹ്യുണ്ടായിന്റെ സ്ഥാനം ആ സെഗ്മെന്റിൽ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ i20 ഹ്യുണ്ടായിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് മോഡലുകൾ ഒന്നായിരിക്കും. ഹ്യുണ്ടായി കഴിഞ്ഞ അടുത്ത് വരുന്ന ബ്രാൻഡ് ഹ്യുണ്ടായിയുടെ തന്നെ സിസ്റ്റർ ബ്രാൻഡായിട്ടുള്ള കിയ ആണ്. കിയനെ സംബന്ധിച്ചിടത്തോളം കിയ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ള ഓരോ 6 മാസത്തിലും ഓരോ പുതിയ മോഡൽ കൊണ്ടുവരുന്നുള്ളതാണ്. ആദ്യം സെൽത്തോസ് കൊണ്ടുവന്നു, വൻ ഹിറ്റായി. അതിന്റെ പിന്നാലെ തന്നെ കാർണിവൽ വന്നു, വലിയ ഹിറ്റായി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അടുത്തത് അവർ അനൗൺസ് ചെയ്തിട്ടുള്ള ഓട്ടോഎക്സ്പോ ഓൾറെഡി ഒരു കോൺസെപ്റ്റ് കാണിച്ചിട്ടുള്ള സോണറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. അത് തന്നെയാണ് കിയ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന അടുത്ത മോഡലായിട്ടുള്ളത്. ഈ സോണറ്റ് എന്ന് പറയുന്ന മോഡൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കിയയുടെ കൊറിയൻ ഡിസൈൻ സെന്ററിൽ വെച്ചിട്ടാണ്. അന്ന് അവർ കാണിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഇന്ത്യയിൽ ഓട്ടോ എക്സ്പോയിൽ കാണിച്ചിട്ടുള്ളത്. അതൊന്നും വലിയ വ്യത്യാസമില്ലാതെ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ വലിയ ഹിറ്റ് ആവുന്ന ഒരു മോഡലായിരിക്കും. കാരണം നമ്മൾ സെൽത്തോസിൽ അത് കണ്ടതാണ്. കോൺസെപ്റ്റിന് വളരെ ക്ലോസ് ചെയ്ത് നിൽക്കുന്ന ഒരു മോഡലായിട്ടാണ് സെൽത്തോസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോണറ്റ് എന്ന് പറയുന്ന മോഡൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് മോഡലായിരിക്കും. കാരണം ഏറ്റവും അധികം കോമ്പറ്റീഷൻ നിൽക്കുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് അത് വരുന്നത്. ഹ്യുണ്ടായിയുടെ വെന്യൂ, ബ്രെറ്റ്സ, അതുപോലെ തന്നെ ഫോർഡ് എക്കോസ്പോർട്ട്, ഇങ്ങനെയെല്ലാം വളരെയധികം സെയിൽ ലഭിക്കുന്ന മോഡലുകൾ ഉള്ള സെഗ്മെന്റിലേക്കാണ് സോണറ്റ് വരുന്നത്. സോ അതാണ് 12 ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ആൽഫബറ്റിക് ഓർഡറിൽ വരുന്ന ബ്രാൻഡ് ലാൻഡ് റോവർ ആണ്. ലാൻഡ് റോവറിൽ നമ്മൾ സാധാരണ ലാൻഡ് റോവർ, റേഞ്ച് റോവർ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് റോവറിന്റെ കോർ DNA നിൽക്കുന്ന ഒരു കാറാണ് ഈ ഒരു ടോപ്പ് 12 ഉള്ളത്, ഡിഫൻഡർ. കാരണം ലോകത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള SUV-കളിൽ ഒന്നാണ് ഡിഫൻഡർ. അതും ഒരുപാട് വർഷത്തിന്റെ ശേഷമാണ് പുതിയൊരു ഡിഫൻഡർ വരുന്നത്. അതിപ്പോൾ ഇന്റർനാഷണലി ലോഞ്ച് ചെയ്തു, ഇന്റർനാഷണൽ ഡ്രൈവ് എല്ലാം കഴിഞ്ഞു. ഞാൻ പോകേണ്ടിയിരുന്നായിരുന്നു, മിസ്സായിപ്പോയി. പക്ഷെ ആ ഒരു ഡ്രൈവ് നിന്നെല്ലാം കിട്ടിയ റിവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിഫൻഡർ എന്ന് പറയുന്നത് അതിന്റെ ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആയിട്ടാണ്. ഓൾറെഡി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. 69 lakhs മുതൽ സ്റ്റാർട്ട് ചെയ്ത പ്രൈസിൽ ബുക്കിംഗ് ഒരുപാട് ലഭിച്ചു എന്നുള്ളതാണ് ജാഗ്വർ ലാൻഡ് റോവർ അറിയിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഡിഫൻഡറിന്റെ ആ ഒരു സെഗ്മെന്റും അതുപോലെ തന്നെ ഒരു കസ്റ്റമർ പോർട്ട്ഫോളിയോ ഉണ്ടാവും. ഇനി വേറെ ഏത് മോഡൽ വന്നു കഴിഞ്ഞാൽ ലാൻഡ് റോവർ സംബന്ധിച്ചിടത്തോളം ഞാൻ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിഫൻഡർ തന്നെയായിരിക്കും. സോ ഡിഫൻഡറാണ് അടുത്ത വന്നിരിക്കുന്ന ടോപ്പ് 12 മോഡൽ. ആൽഫബറ്റിക് ഓർഡറിൽ വരുന്നത് നമ്മുടെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള മാരുതിയാണ്. മാരുതിയുടെ ഏറ്റവും ഒരു ടോപ്പ് 12 ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാഗണാറിന്റെ ഇലക്ട്രിക് മോഡലായ വാഗണാർ EV ആണ്. അതിനൊരു കാരണം ഞാൻ കാണുന്നത് ഇന്ത്യ ഇലക്ട്രിക്കിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അതിലൊരു അഫോർഡബിൾ ഇലക്ട്രിക് കാറായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആകെ ടാറ്റ നെക്സോൺ EV മാത്രമാണ്. സോ അതിനൊരു കോമ്പീറ്റ് ചെയ്യാവുന്ന വാല്യൂ പ്രൊപ്പോസിഷനുള്ള ഒരു വെഹിക്കിളായിട്ട് വാഗണാർ വന്നു കഴിഞ്ഞാൽ മാരുതിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു മോഡലായിട്ടായിരിക്കും ഈ വാഗണാർ EV ഉണ്ടാവുക. സോ അതുകൊണ്ട് ഞാൻ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്യുന്ന അടുത്ത മോഡൽ വാഗണാർ EV ആണ്. മാരുതി കഴിഞ്ഞ അടുത്ത് നിൽക്കുന്നത് MG ആണ്. ബ്രിട്ടീഷ് ചൈനീസ് ബ്രാൻഡായിട്ടുള്ള MGയിലും ഒരുപാട് മോഡലുകൾ ഓട്ടോ എക്സ്പോയിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് G10 എന്ന് പറയുന്ന MPV ആണ്. കാരണം ഓൾറെഡി MGക്ക് ഹെക്ടറിലൂടെ നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു ബേസ് വളർത്താൻ നല്ലൊരു മോഡലായിട്ട് എനിക്ക് തോന്നുന്നത് G10 ആണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു MPV വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഹെക്ടറിന് കിട്ടിയിരിക്കുന്ന ഒരു ഫാൻ ഫോളോയിങ്ങും കസ്റ്റമർ പോർട്ട്ഫോളിയോയിലും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു കസ്റ്റമർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനും വലിയൊരു സെയിൽസും കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് G10. കാരണം ഇന്നോവ അതുപോലെ തന്നെ ഹെക്സൽ നിൽക്കുന്ന സെഗ്മെന്റിൽ അതിനും നല്ലൊരു കോമ്പീറ്റിംഗ് പ്രൈസിൽ G10 കൊണ്ടുവരാൻ പറ്റുകയില്ല. കാരണം ഇതിന്റെ താഴെ നിൽക്കുന്ന മോഡലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്യുന്ന MG മോഡൽ G10 ആണ്. അടുത്ത് വരുന്ന ജർമ്മൻ ബ്രാൻഡ് ആയിട്ടുള്ള മെർസിഡീസ് ബെൻസ് ആണ്. മെർസിഡീസ് ബെൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഇയർ ആണ് 2020. കാരണം അവർ ഒരുപാട് മോഡലുകൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിരുന്ന ഒരു വർഷമാണ്. ഇതിൽ ആദ്യമായിട്ട് ഈ വർഷം കാണിച്ചിരുന്ന ഷോക്കേസ് എന്ന് പറയുന്നത് EQC ആയിരുന്നു. EQCയുടെ ലോഞ്ച് ആണ് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പുറമേയും വേറെ പല മോഡലുകളും ഇന്ത്യയിൽ എത്തിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതിൽ ഉറപ്പ് വന്നിരിക്കുന്ന ഒരു മോഡലാണ് എ ക്ലാസ് ലിമോസിൻ. എ ക്ലാസ് ലിമോസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏറ്റവും അധികം വോള്യൂം നൽകാവുന്ന ഒരു സെഗ്മെന്റ് ആണ് എ ക്ലാസ് ലിമോസിൻ. പക്ഷെ ഞാൻ ആ ടോപ്പ് 12 അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് GLS SUV ആണ്. കാരണം മെർസിഡീസിന്റെ ഒരു S ക്ലാസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പിനാക്കിളായി നിൽക്കുന്ന ഒരു ലക്ഷറി സെഗ്മെന്റ് ആണ്. മെർസിഡീസിന്റെ മുഖമുദ്ര അതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മെർസിഡീസിന്റെ S ക്ലാസ് ഓഫ് SUV എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് ഫ്ലാഗ്ഷിപ്പ് SUV ആണ്. ആ ഒരു മോഡൽ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ്. വലിയൊരു വോള്യൂം സെഗ്മെന്റ് അല്ലെങ്കിൽ കൂടി അതിന് കിട്ടുന്ന ഒരു ബ്രാൻഡ് ഇക്വിറ്റി വളരെ ഹൈ ആണ്.
അതുകൊണ്ടാണ് ഞാൻ ടോപ്പ് 12 GLS ഇൻക്ലൂഡ് ചെയ്തില്ല. GLS സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ ഒരു മോഡലാണ്, കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിരിക്കുന്ന സൈസ് കൂടിയിട്ടുള്ള പ്രോപ്പർ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. സോ ടോപ്പ് 12 മെർസിഡീസിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് GLS ആണ്. ഇനി അടുത്ത ആൽഫബറ്റിക് ഓർഡറിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്രാൻഡ് സ്കോഡയാണ്. സ്കോഡ അതുപോലെ തന്നെ വളരെയധികം ഹോപ്പ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു വർഷമാണ് ഈ വർഷം. സ്കോഡന്റെ ഫോക്സ് വാഗന്റെ ഒരു മേർജിംഗ് നടന്നു. സ്കോഡ ഫോക്സ് വാഗൻ ഓട്ടോ ഇന്ത്യ ലിമിറ്റഡ് ആയി മാറി. അതിന് ഒരു മീഡിയാനായിട്ട് ഒരു കോൺസെപ്റ്റ് കാർ കാണിച്ചിരുന്നു, വിഷൻ ഐ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു SUV. പക്ഷെ അതിന്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോഴും വ്യക്തമല്ല, 2020 വരുന്ന ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ വരുന്ന കരോക്ക് എന്ന് പറയുന്ന SUV ആണ്. കരോക്കും സ്കോഡനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ഒരു മോഡൽ ആണെങ്കിൽ കൂടി ടോപ്പ് 12 ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒക്ടാവിയാണ്. കാരണം സ്കോഡയുടെ ഫസ്റ്റ് ഇന്ത്യൻ മോഡലായിരുന്നു ഒക്ടാവിയ. അന്ന് മെർസിഡീസ് ബെൻസ് കഴിഞ്ഞാൽ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടിരുന്ന ഒരു മോഡലും ആയിരുന്നു ഒക്ടാവിയ. അതുകൊണ്ട് തന്നെ ഒക്ടാവിയക്ക് ഒക്ടാവിന്റേതായ ഒരു ബ്രാൻഡിംഗ് ഉണ്ട്. അത് ലോറായിട്ട് വന്നെങ്കിലും വീണ്ടും ഒക്ടാവിയ വന്നപ്പോൾ ആ ബ്രാൻഡ് ഇക്വിറ്റി ഒരിക്കലും നഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്കോഡന്റെ വലിയൊരു ബ്രാൻഡിംഗ് മോഡലായിട്ട് വേണം ഒക്ടാവിയനെ കാണാൻ. ഒക്ടാവിയ ഇപ്പോഴുള്ള മോഡലും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു മോഡലാണ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് 2020 ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടോപ്പ് 12 സ്കോഡ ഒക്ടാവിയ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒക്ടാവിന്റെ RS അല്ലെങ്കിൽ VRS എന്നുള്ളതെന്ന് വിളിക്കുന്ന മോഡലെല്ലാം തന്നെ ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു മോഡലാണ്. സോ സ്കോഡനെ സംബന്ധിച്ചിടത്തോളം കരോക്കൽ ഉണ്ടെങ്കിലും ഞാൻ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒക്ടാവിയ. സ്കോഡ കഴിഞ്ഞാൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന അടുത്ത ബ്രാൻഡാണ് ടാറ്റ. ടാറ്റന്റെ ഹാരിയറിന്റെ ബേസിലുള്ള 7 സീറ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റാസ് ആണ് വലിയൊരു ഇമ്പോർട്ടന്റ് മോഡലായിട്ട് വരാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞാൻ അത് ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് HBX എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആയിട്ട് കാണിച്ചിരുന്ന sub 4 meter SUV ആണ്. അതിന്റെ റിയൽ നെയിം HBX എന്നായിരിക്കില്ല, പക്ഷെ അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ഈ വർഷം പ്ലാനിലുള്ള ഒരു മോഡലാണ്. ആ മോഡൽ വന്നു കഴിഞ്ഞാൽ ടാറ്റനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു തരംഗം ഒന്നും കൂടെ വലുതാക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു മോഡലുള്ളത്. കാരണം sub 4 meter എന്ന് പറഞ്ഞാൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്ന ഒരു SUV സെഗ്മെന്റും മാർക്കറ്റ് ഷെയറുള്ള ഒരു സെഗ്മെന്റാണ്. ആ സെഗ്മെന്റിലേക്ക് ടാറ്റയ്ക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ടാറ്റനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സെഗ്മെന്റ് ഓപ്പൺ അപ്പ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് HBX ആണ് ടോപ്പ് 12 ടാറ്റന മോഡലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ബ്രാൻഡായിട്ട് വരുന്നത് ഫോക്സ് വാഗൻ ആണ്. ഫോക്സ് വാഗന്റെ ഓൾറെഡി ടിഗ്വാൻ ഓൾ സ്പേസ് നമ്മൾ കണ്ടു, T-Roc ലോഞ്ച് ചെയ്തു. എന്നാൽ ടൈഗർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഞാൻ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്തത്. അത് ഓട്ടോ എക്സ്പോയിൽ ഷോക്കേസ് ചെയ്ത് വരുന്ന മോഡലാണ്. അത് കരോക്കും ആയിട്ട് സിമിലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു മോഡൽ കൂടിയാണ് ടൈഗർ. ടൈഗർ വന്നു കഴിഞ്ഞാൽ ഫോക്സ് വാഗനെ സംബന്ധിച്ചിടത്തോളം ഒരു SUV പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ആവും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോക്സ് വാഗൻ നെക്സ്റ്റ് ഒരു ലെവലിലേക്കായിരിക്കും ഗ്രോ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ഗ്രോത്ത് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ടൈഗർ ടോപ്പ് 12 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം തന്നെ നമ്മൾ ഈ വർഷം ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്ന മോഡലുകളാണ്. എന്നാൽ എന്തായിരിക്കും ഫോർച്യൂൺ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. അത് ഭാവിയിൽ കണ്ടറിയേണ്ട കാര്യങ്ങൾ തന്നെ. പക്ഷെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ മോഡലുകൾ എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള മോഡലുകളും ആണ്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് സ്റ്റേ ഹോം ആൻഡ് വെയിറ്റ് ഫോർ ദീസ്.